ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതേ ദ്വാദശസ്കന്ധേ അഥ ചതുർത്ഥോऽധ്യായः. ശ്രീശുക ഉവാച കാലസ്തേ പരമാണ്വാദിർദ്വിപരാർത്ഥാവധിർനൃപ കഥിതോ യുഗമാനം ച ശൃണു കൽപ്പലയാവമേ. ചതുർയുഗസഹസ്രം ച ബ്രഹ്മണോ ദിനമുച്യതേ സകൽപ്പോ യത്ര മനവശ്ചതുർദശവിശാംബദേ. തദന്തേ പ്രളയസ്താവാൻ ബ്രാഹ്മേ രാത്രിരുദാഹൃദാ ത്രയോ ലോകാ ഇമേ തത്ര കൽപ്പന്തേ പ്രളയായ ഹി. ഏഷ നൈമിത്തിക പ്രോക്ത പ്രളയോ യത്ര വിശ്വസൃക് ഛേദേനന്ദാസനോ വിശ്വമാത്മസാത്കൃത്യ ചാത്മഭൂഃ. ദ്വിപരാർത്ഥേ ത്വതിക്രാന്തേ ബ്രഹ്മണ പരമേഷ്ഠിനഃ തദാ പ്രകൃതയഃ സപ്ത കൽപ്പന്തേ പ്രളയായ വൈ. ഏഷ പ്രാകൃതികോ രാജൻ പ്രളയോ യത്ര ലീയതേ ആണ്ഡകോശസ്തു സംഘാതോ വിഘാത ഉപസാദിതേ. പർജന്യശതവർഷാണി ഭൂമൗ രാജന്ന വർഷതി തദാ നിരന്നേഹ്യന്യോന്യം ഭക്ഷമാണാക്ഷുധാർദിതാഃ. ക്ഷയം യാസ്യന്തി ശനഗൈ കാലേനോപദ്രുതാ പ്രജാഃ സാമുദ്രം ദൈഹികം ഭൗമം രസം സാംവർത്തഗോ രവി. രശ്മിഭിः പിബതേ ഘോരൈ സർവം നൈവ വിമുഞ്ചതി തതഃ സംവർത്തഗോ വഹ്നി സംഘർഷണമുഖോദ്ധിത. ദഹത്യനിലവേഗോത്ഥ ശൂന്യാൻ ഭൂവിവരാനധ ഉപര്യഥ സമന്താച്ച ശിഖാഭിർവഹ്നി സൂര്യയോഃ. ദഹ്യമാനം വിഭാത്യണ്ഡം ദഗ്ധഗോമയപിണ്ഡവത് തദ പ്രചണ്ഡ പവനോ വർഷാണാമധികം ശതം. പര സംവർത്തഗോ വാദി ധൂമ്രം ഘം രജസാവൃതം തദോ മേഘകുലാന്യംഗ ചിത്രവർണ്ണാന്യനേകശഃ. ശതം വർഷാണി വർഷന്തി നദന്തി രഭസസ്വനൈഃ തദ ഏകോദകം വിശ്വം ബ്രഹ്മാണ്ഡവിവരാന്തരം. തദാ ഭൂമേർഗന്ധഗുണം ഗ്രസന്ധ്യാപ ഉദപ്ലവേ ഗ്രസ്തഗന്ധാ തു പൃഥിവീ പ്രളയത്വായ കൽപ്പതേ. അപാം രസമഥോ തേജസ്താ ലീയന്തേഥ നീരസാഃ ഗ്രസതേ തേജസോ രൂപം വായുസ്തദ്രഹിതം തദാ. ലീയതേ ചാനിലേ തേജോ വായോഘം ഗ്രസതേ ഗുണം സ വൈ വിശദിഘം രാജം തദശ്ച നഭസോ ഗുണം. ശബ്ദം ഗ്രസതി ഭൂതാതിർനഭസ്തമനുലീയതേ തൈജസശ്ചേന്ദ്രിയാണ്യംഗ ദേവാൻ വൈകാരികോ ഗുണൈഃ. മഹാൻ ഗ്രസത്യഹങ്കാരം ഗുണാ സത്വാദയശ്ച തം ഗ്രസതേ വ്യാകൃതം രാജൻ ഗുണാൻ കാലേന ചോദിതം. ന തസ്യ കാലാവയവൈ പരിണാമാദയോ ഗുണാഃ അനാദ്യനന്തമവ്യക്തം നിത്യം കാരണമവ്യയം. ന യത്ര വാജോ ന മനോ ന സത്വം തമോ രജോ വാ മഹദാദയോമി. ന പ്രാണബുദ്ധീന്ദ്രിയദേവതാ വാ ന സന്നിവേശ ഖലു ലോകകൽപഃ. ന സ്വപ്നജാഗ്രന്ന ച തത്സുഷുപ്തം ന ഘം ജലം ഭൂരനിലോഗ്നിരർക്കഃ. സംസുപ്തവച്ഛൂന്യവദ പ്രതർക്യം തന്മൂലഭൂതം പദമാമനന്ദേ. ലയ പ്രാകൃതികോ ഹ്യേഷ പുരുഷാവ്യക്തയോർയദാ ശക്തയഃ സംപ്രലീയന്തേ വിവശാ കാലവിദ്രുതാഃ. ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ ജ്ഞാനം ഭാതി തദാശ്രയം ദൃശ്യത്വാവ്യതിരേകാഭ്യാമാദ്യന്തവദവസ്തു യത്
ദീപശ്ചക്ഷുശ്ച രൂപം ച ജ്യോതിഷോ ന പൃഥഗ് ഭവേത് ഏവം ദീർഘാനി മാത്രാശ്ച ന സ്യുരന്യതമാദൃതാത്. ബുദ്ധേർജാഗരണം സ്വപ്ന സുഷുപ്തിരിതി ചോച്യതേ മായാമാത്രമിദം രാജൻ നാനാത്വം പ്രത്യഗാത്മനി യഥാ ജലധരാ വ്യോംനി ഭവന്തി ന ഭവന്തി ച ബ്രഹ്മണീദം തഥാ വിശ്വമവയവ്യുദയാപ്യയാത്. സത്യം ഹ്യവയവ പ്രോക്ത സർവാവയവിനാമിഹ വിനാർത്ഥേന പ്രദീയേരൻ പടസ്യേവാംഗതന്തവഃ. യത് സാമാന്യവിശേഷാഭ്യാമുപലഭ്യേത സഭ്രമ അന്യോന്യാഭാശ്രയാത് സർവമാദ്യന്തവദവസ്തു യത് വികാരഘ്യായമാനോപി പ്രത്യഗാത്മാനമന്തരാ ന നിരൂപ്യോസ്ത്യണുരപി സ്യാച്ചേച്ചിത്സമ ആത്മവത്. ന ഹി സത്യസ്യ നാനാത്വമവിദ്വാൻ യദി മന്യതേ നാനാത്വം ഛിദ്രയോർയദ്വജ്യോതിഷോർവാദയോരിവ. യഥാ ഹിരണ്യം ബഹുധാ സമീയതേ നൃഭിഃ ക്രിയാഭിർവ്യവഹാരവർത്മസു ഏവം വജോഭിർഭഗവാനഥോക്ഷജോ വ്യാഖ്യായതേ ലൗകികവൈദികൈർജനൈഃ. യഥാ ഘനോർക്കപ്രഭവോർക്കദർശിതോ ഹ്യർക്കാംശഭൂതസ്യ ച ചക്ഷുഷസ്തമ ഏവം ത്വഹം ബ്രഹ്മഗുണസ്തദീക്ഷിതോ ബ്രഹ്മാംശകസ്യാത്മന ആത്മബന്ധന. ഘനോ യദാർക്കപ്രഭവോ വിദീര്യതേ ചക്ഷുസ്വരൂപം രവിമീക്ഷതേ തദാ യദാ ഹ്യഹങ്കാര ഉപാധിരാത്മനോ ജിജ്ഞാസയാ നശ്യതി തർഹ്യനുസ്മരേത്. യദൈവമേതേന വിവേകഹേദിനാ മായാമയാഹങ്കരണാത്മബന്ധനം ചിത്വാച്യുതാത്മാനുഭവോവതിഷ്ഠതേ തമാഹുരാത്യന്തികമങ്കസംപ്ലവം. നിത്യതാ സർവഭൂതാനാം ബ്രഹ്മാദീനാം പരന്തപ ഉൽപ്പത്തിപ്രളയാവേഗേ സൂക്ഷ്മജ്ഞാ സംപ്രജക്ഷതേ കാലസ്രോതോ ജവേനാശു ഹ്രിയമാണസ്യ നിത്യതാ പരിണാമിനാമവസ്ഥാസ്താ ജന്മപ്രളയഹേതവ. അനാദ്യന്തവദാനേന കാലേനേശ്വരമൂർത്തിനാ അവസ്ഥാ നൈവ ദൃശ്യന്തേ വിയതി ജ്യോതിഷാമിവ. നിത്യോ നൈമിത്തികശ്ചൈവ തഥാ പ്രാകൃതികോ ലയ ആത്യന്തികശ്ച കഥിത കാലസ്യ ഗതിരീദൃശി. ഏതാ കുരുശ്രേഷ്ഠ ജഗദ്വിധാതുർനാരായണസ്യാഖിലസത്വധാംന ലീലാകഥാസ്തേ കഥിതാ സമാസദ കാർൽസ്നേന നാജോപ്യഭിധാതുമീശ. സംസാരസിന്ധുമതിദുസ്തരമുത്തിദീർഷോർനാന്യപ്ലവോ ഭഗവതഃ പുരുഷോത്തമസ്യ ലീലാകഥാരസനിഷേവണമന്തരേണ പുംസോ ഭവേദ്വിവിധദുഃഖദവാർദിതസ്യ. പുരാണസംഹിതാമേതാം ഋഷിർനാരായണോ വ്യയ നാരദായ പുരാ പ്രാഹ കൃഷ്ണദ്വൈപായനായ സാ. സ വൈ മഹ്യം മഹാരാജ ഭഗവാൻ ബാദരായണ ഇമാം ഭാഗവതീം പ്രേത സംഹിതാം വേദസംഹിതാം ഏതാം വക്ഷ്യത്യസൗ സോദ ഋഷിഭ്യോ നൈമിഷാലയേ ദീർഘസത്രേ കുരുശ്രേഷ്ഠ സംപൃഷ്ട ശൗനകാദിഭിः. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ചതുർത്ഥോऽധ്യായः. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ദ്വാദശസ്കന്ധം 4-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ ചതുർവിധ പ്രളയ വർണ്ണനമാണ് പ്രതിപാദിക്കുന്നത്. ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയാണ്, ഹേ രാജൻ, പരമാണു തുടങ്ങി ദ്വിപരാർദ്ധം വരെയുള്ള കാലസ്വരൂപത്തെയും കൃതാദിയുഗങ്ങളുടെ കാലക്രമത്തെയും ഞാൻ അങ്ങയോട് പറഞ്ഞു. ഇനി കൽപ്പങ്ങളെക്കുറിച്ചും ലയങ്ങളെക്കുറിച്ചും പറയാം, കേട്ടോളൂ. കൽപ്പം 2 വിധമാണുള്ളത്, ദൈനംദിന കൽപ്പമെന്നും മഹാകൽപ്പമെന്നും. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 യുഗങ്ങൾ 1000 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ സമയം കഴിഞ്ഞു. അതാണ് ദൈനംദിന കൽപ്പം. ആ കാലം കൊണ്ട് ഭൂലോകത്തിൽ 14 മനുക്കളുടെ കാലം കഴിയും. ബ്രഹ്മാവിൻ്റെ പകൽ കഴിഞ്ഞാൽ രാത്രി ആരംഭിക്കും, അതും 1000 ചതുർയുഗം തന്നെ. അക്കാലം പ്രളയമാകുന്നു. ഈ കാണപ്പെടുന്ന 3 ലോകങ്ങളും അപ്പോൾ നശിക്കും. നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം, നിത്യം എന്നിങ്ങനെ 4 വിധ പ്രളയങ്ങളിൽ ഇപ്പോൾ പറഞ്ഞത് നൈമിത്തിക പ്രളയമാകുന്നു. ബ്രഹ്മാവിൻ്റെ രാത്രി നിമിത്തം ഉണ്ടായതാകയാൽ നൈമിത്തികം എന്ന് പേരുണ്ടായി. ഇതിൽ സാക്ഷാൽ ശ്രീനാരായണൻ 3 ലോകങ്ങളെയും തന്നിൽ അടക്കിയിട്ട് ആദിശേഷനാകുന്ന ശയ്യയിൽ കിടക്കുന്നു. ബ്രഹ്മാവും ശയിക്കുന്നു. സത്യലോകവാസിയായ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലമായ ദ്വിപരാർത്ഥം അവസാനിക്കുമ്പോൾ മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ എന്നീ സപ്തപ്രകൃതികളും ലയം പ്രാപിക്കുന്നു. നാശകാരണം സംഭവിക്കുമ്പോൾ മഹതാദികാര്യഭൂതമായ ബ്രഹ്മാണ്ഡം ലയമടയുന്ന ഈ പ്രളയത്തിന് പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നു. 100 സംവത്സരം ഭൂമിയിൽ മഴയില്ലാതിരിക്കും. അപ്പോൾ ആഹാരമില്ലാതായിട്ട് ആളുകൾ അന്യോന്യം പിടിച്ചു തിന്നും. കാലപീഡിതരായ ജനങ്ങൾ ക്രമേണ നാശമടയും. പ്രളയകാല സൂര്യൻ ഉഗ്രകിരണങ്ങൾ കൊണ്ട് സമുദ്രത്തിലെയും ഭൂമിയിലെയും പ്രാണിശരീരങ്ങളിലെയും ജലത്തെ വലിച്ചെടുക്കും, ഒട്ടും തിരിച്ചു കൊടുക്കുകയില്ല. അനന്തരം ആദിശേഷൻ്റെ മുഖത്തിൽ നിന്നും ഉത്ഭവിച്ചതും കൊടുങ്കാറ്റുകൊണ്ട് ആളിക്കത്തുന്നതുമായ പ്രളയാഗ്നി പ്രാണികളൊന്നുമില്ലാതായി തീർന്ന പാതാളാദി ലോകങ്ങളെ ദഹിപ്പിക്കും. സൂര്യകിരണങ്ങൾ മുകളിൽ നിന്നും അഗ്നിശിഖകൾ താഴെ നിന്നും എല്ലായിടത്തും വ്യാപിച്ച് ദഹിച്ച ബ്രഹ്മാണ്ഡം വെന്തിരിഞ്ഞ ചാണകക്കട്ട പോലെ ശോഭിക്കും. പിന്നെ ഒരു 100-ലേറെ വർഷം അത്യുഗ്രമായ പ്രളയവാദം അടിച്ചുകൊണ്ടിരിക്കും. പൊടികൊണ്ട് ആകാശം ധൂമ്രവർണ്ണമായി തീരും. അനന്തരം വിചിത്രവർണ്ണങ്ങളുള്ള മേഘപംക്തികൾ ഉഗ്രശബ്ദത്തോടെ അലറിക്കൊണ്ട് 100 വർഷം പല വിധത്തിൽ മഴ പൊഴിക്കും. അപ്പോൾ ബ്രഹ്മാണ്ഡത്തിനുള്ളിൽ ഇരിക്കുന്ന ലോകം ജലത്തിൽ ആണ്ടുപോകും. വെള്ളത്തിൽ മുങ്ങിയ ഭൂമിയുടെ ഗന്ധഗുണത്തെ ജലം ഗ്രസിക്കും. ഗന്ധം നശിച്ചതോടെ ഭൂമി ജലത്തിൽ ലയിക്കും. ജലത്തിൻ്റെ രസത്തെ അഗ്നി ഗ്രസിക്കുന്നു. രസഹീനമായ ജലം അഗ്നിയിൽ ലയിക്കും. അഗ്നിയുടെ ഗുണമായ രൂപത്തെ വായു ഗ്രസിക്കുന്നു. രൂപരഹിതമായി തീർന്ന അഗ്നി വായുവിൽ ലയിക്കും. വായുവിൻ്റെ ഗുണമായ സ്പർശത്തെ ആകാശം ഗ്രസിക്കുന്നു. സ്പർശശൂന്യമായ വായു ആകാശത്തിൽ ലയിക്കും. അനന്തരം ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദത്തെ ഭൂതാദിയായ താമസാഹങ്കാരം ഗ്രസിക്കും. ശബ്ദശൂന്യമായ ആകാശം താമസാഹങ്കാരത്തിൽ ലയിക്കും. ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെയും അവയുടെ വ്യാപാരങ്ങളെയും രാജസാഹങ്കാരം ഗ്രസിക്കും. ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ സാത്വികാഹങ്കാരവും ഗ്രസിക്കും. ത്രിവിധ അഹങ്കാരങ്ങളെയും മഹൽ തത്വം ഗ്രസിക്കുന്നു. മഹൽ തത്വത്തെ സത്വാദി ഗുണങ്ങൾ ഗ്രസിക്കുന്നു. കാലചോദിതമായ പ്രധാനം ത്രിഗുണങ്ങളെ ഗ്രസിക്കും. പ്രധാനത്തിന് കാലാവയവങ്ങൾ നിമിത്തം പ്രകാരാന്തരേണ പരിണാമമില്ല. ജനനം, മരണം, ഇന്ദ്രിയ പ്രത്യക്ഷത്വം മുതലായ വികാരങ്ങളില്ലാത്തതിനാൽ എപ്പോഴും ഏകരൂപത്തിൽ നാശരഹിതമായിരിക്കുന്നു.
അതിൽ വാക്കിനോ മനസ്സിനോ സത്വരജസ്തമസ്സുകൾക്കോ മഹദാദി തത്വങ്ങൾക്കോ പ്രാണങ്ങൾക്കോ ബുദ്ധിക്കോ ഇന്ദ്രിയങ്ങൾക്കോ ഇന്ദ്രിയ ദേവതകൾക്കോ പ്രവേശമില്ല. അതിന് ലോകരൂപമായ രചനാവിശേഷവും ഇല്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകൾ അതിനില്ല. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയും അതിലില്ല. സൂര്യൻ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതിനാൽ സുപ്തമെന്ന പോലെയും അതിസൂക്ഷ്മമാകയാൽ ശൂന്യമെന്ന പോലെയും ഇരിക്കുന്നതും അചിന്ത്യവുമായ അത് സകലതിനും മൂലകാരണമെന്ന് പറയപ്പെടുന്നു. പുരുഷൻ്റെയും അവ്യക്തത്തിൻ്റെയും ശക്തികളായ സത്വാദികൾ കാലാധീനങ്ങളും വിവശങ്ങളും ആയി ലയം പ്രാപിക്കുന്ന ആ അവസ്ഥയ്ക്ക് പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നു. ഗ്രാഹകമായ ബുദ്ധിയായും കരണങ്ങളായ ഇന്ദ്രിയങ്ങളായും ഗ്രാഹ്യങ്ങളായ പദാർത്ഥങ്ങളായും വിളങ്ങുന്നത് ജ്ഞാനസ്വരൂപമായ ബ്രഹ്മം തന്നെ ആകുന്നു. ദൃശ്യമായതുകൊണ്ടും സർവകാരണമായ ജ്ഞാനത്തിൽ നിന്നും വേറിട്ട് ഉണ്മയില്ലാത്തതിനാലും ആദിയും അന്തവും ഉള്ളതായതിനാലും ഈ പ്രപഞ്ചം സത്യമല്ല. ദീപം, ചക്ഷുസ്, രൂപം എന്നിവ തേജസ്സിൽ നിന്ന് ഭിന്നമല്ലാത്തതുപോലെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും അവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സത്യവസ്തുവിൽ നിന്നും ഭിന്നങ്ങളല്ല. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾ ബുദ്ധിയുടെ അവസ്ഥകളാകുന്നു. ഈ നാനാത്വം ആത്മാവിൽ മായ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ആകാശത്തിൽ മേഘങ്ങൾ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതുപോലെ സാവയവമായ ഈ വിശ്വം ബ്രഹ്മത്തിൽ ഉദിക്കുകയും ലയിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളായ സകല അവയവികൾക്കും കാരണമായ അവയവം തന്നെ സത്യം. അവയവിയായ വസ്ത്രത്തിൻ്റെ അവയവമായ തന്തുക്കൾ വസ്ത്രത്തെ കൂടാതെ തന്നെ നിലകൊള്ളുന്നു. സാമാന്യത്തോടും വിശേഷത്തോടും കാരണത്തോടും കാര്യത്തോടും കൂടിയ വസ്തു അസത്യമാകുന്നു. എന്തെന്നാൽ അവ പരസ്പരാപേക്ഷങ്ങളാണ്. ഒന്നിനെ വിട്ട് മറ്റൊന്നിന് നിലനിൽപ്പില്ല. മാത്രമല്ല അവയ്ക്ക് ആദിയും അന്തവും ഉണ്ട്. ആദിയും അന്തവും ഉള്ളത് മിഥ്യയാകുന്നു. കാര്യമായ പ്രപഞ്ചം കാണപ്പെടുന്നുണ്ടെങ്കിലും പ്രത്യേകാത്മഭിന്നമായിട്ട് അണുപോലും പ്രകാശിക്കുന്നില്ല. പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിനെ പോലെ ചിദ്രൂപമാണ്. അപ്പോഴും അത് ഏകരൂപമത്രേ. സത്യത്തിന് നാനാത്വമില്ല. ഉണ്ടെന്ന് കരുതുന്നവൻ അജ്ഞനാകുന്നു. കാണപ്പെടുന്ന നാനാത്വം ഉപാധിഭേദത്താൽ വന്നുകൂടുന്നതാണ്. ഘടാകാശമെന്നും മഹാകാശമെന്നും പറയാറുണ്ടെങ്കിലും ആകാശം അപരിച്ഛിന്നമാണല്ലോ. ദിവിസ്ഥ സൂര്യനും ജലസ്ഥ സൂര്യനും കാണപ്പെടുന്നുണ്ടെങ്കിലും ഉപാധികൃതമായ ചലനാദികൾ സൂര്യനെ ബാധിക്കുന്നില്ല. ബാഹ്യവായുവെന്നും ശരീരസ്ഥവായുവെന്നും വ്യവഹരിക്കാറുണ്ടെങ്കിലും ഉപാധിക്രിയകളൊന്നും വായുവിനെ സ്പർശിക്കുന്നില്ല. അതുപോലെ ജീവബ്രഹ്മഭേദം സത്യമല്ല. സമർത്ഥരായ പൊൻപണിക്കാർ സ്വർണത്തെ കടകകുണ്ടലാദി നാനാരൂപേണ പണിതെടുക്കുന്നു. അജിതേന്ദ്രിയന്മാർക്ക് അജ്ഞാതനായ ഭഗവാൻ ദേഹാഭിമാനികളായ ലൗകികരാലും വൈദികരാലും ബഹുവിധ നാമരൂപങ്ങളാൽ വർണ്ണിക്കപ്പെടുന്നു. സൂര്യനിൽ നിന്ന് ഉത്ഭവിച്ചതും സൂര്യനാൽ പ്രകാശിതവുമായ മേഘം സൂര്യാംശമായിരിക്കുന്ന കണ്ണിന് സൂര്യനെ കാണാൻ കഴിയാത്ത വിധം ആവരണം ഉണ്ടാക്കുന്നതുപോലെ ബ്രഹ്മത്തിൻ്റെ കാര്യവും ബ്രഹ്മത്താൽ പ്രകാശിതവുമായ അഹങ്കാരം ബ്രഹ്മാംശമായ ജീവന് ആത്മസ്വരൂപത്തെ അറിയാനിട കൊടുക്കാതെ ആവരണമായി നിലകൊള്ളുന്നു. സൂര്യകിരണ പരിണാമങ്ങളായ മേഘങ്ങളെ സൂര്യകിരണങ്ങൾ തന്നെ എപ്പോൾ പിളർന്നു കളയുന്നുവോ അപ്പോൾ നേത്രം തൻ്റെ സ്വരൂപമായിരിക്കുന്ന സൂര്യനെ കാണുന്നു. അതുപോലെ ആത്മവിചാരത്താൽ ആത്മോപാധിയായ അഹങ്കാരം നശിക്കുമ്പോൾ ജീവാത്മാവ് തൻ്റെ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കും. ഇപ്രകാരം
ജ്ഞാനശസ്ത്രത്താൽ മായാമയവും അഹങ്കാരരൂപവുമായ ആത്മോപാധിയെ ഛേദിച്ച് പരിപൂർണാത്മസ്വരൂപേണ നിലകൊള്ളുന്ന അവസ്ഥയ്ക്ക് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നു. ബ്രഹ്മാദി സർവഭൂതങ്ങൾക്കും സർവദാ ഉൽപ്പത്തിപ്രളയങ്ങൾ ഉള്ളതായി സൂക്ഷ്മജ്ഞരായ ചിലർ പറയുന്നു. കാലത്തിൻ്റെ പ്രവാഹവേഗത്താൽ സർവദാ വൃദ്ധിക്ഷയങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദേഹാദികളുടെ ബാല്യ യൗവനാദ്യ അവസ്ഥകൾ അവയുടെ നിത്യജന്മപ്രളയ സൂചകങ്ങളാകുന്നു. പരിണാമികളായ നദീപ്രവാഹം, ദീപജ്വാല എന്നിവയുടെ വൃദ്ധിക്ഷയങ്ങൾ അവയുടെ നിരന്തരമായ ജന്മപ്രളയങ്ങളെയാണല്ലോ കാണിക്കുന്നത്. അനാദിയും അനന്തവും ഈശ്വരമൂർത്തിയും ആയ ഈ കാലത്താൽ സംഭവിക്കുന്ന അവസ്ഥാഭേദങ്ങൾ ആകാശത്തിൽ ചന്ദ്രൻ്റെയും മറ്റും ഗതിയെ അറിയാത്തതുപോലെ ആളുകൾ അറിയുന്നില്ല. നിത്യം, നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം എന്ന 4 തരത്തിലുള്ള പ്രളയങ്ങളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. കാലത്തിൻ്റെ ഗതി ഇങ്ങനെയാണ്. അല്ലയോ കുരുകുലശ്രേഷ്ഠ, ലോകകർത്താവും സർവജീവനിവാസഭൂതനുമായ ശ്രീനാരായണൻ്റെ ലീലാകഥകളെ ചുരുക്കി ഞാൻ അങ്ങയോട് പറഞ്ഞു. വിസ്തരിച്ചു പറയാൻ ബ്രഹ്മാവിന് പോലും സാധ്യമല്ല. വിവിധ താപങ്ങളാകുന്ന കാട്ടുതീയിൽപ്പെട്ട് പൊരിയുന്ന മനുഷ്യന് ദുസ്തരമായ സംസാരസാഗരം തരണം ചെയ്യാൻ പുരുഷോത്തമനായ ശ്രീഭഗവാന്റെ ലീലാകഥാമൃത സേവനമല്ലാതെ മറ്റൊരു കടത്തുതോണിയുമില്ല. വേദതുല്യമായ ഈ ഭാഗവത പുരാണത്തെ പണ്ട് ജന്മാദിവികാര ശൂന്യനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഋഷി ശ്രീനാരദ മുനിക്ക് ഉപദേശിച്ചു. അദ്ദേഹം എൻ്റെ പിതാവായ ശ്രീ വേദവ്യാസ മുനിക്ക് ഉപദേശിച്ചു. ഭഗവാൻ വേദവ്യാസൻ എന്നിൽ പ്രീതനായതിനാൽ വേദത്തിനു തുല്യമായ ഈ ഭാഗവത സംഹിതയെ എനിക്ക് ഉപദേശിച്ചു. ഞാനതിനെ അങ്ങയോട് ഉപദേശിച്ചു. ഇനിമേൽ ഇതിനെ ഈ സൂതൻ നൈമിഷാരണ്യത്തിൽ വെച്ച് നടത്തുന്ന ദീർഘസത്രത്തിൽ ശൗനകാദികളാൽ സാദരം പ്രാർത്ഥിക്കപ്പെട്ടിട്ട് അവരോട് ഉപദേശിക്കും. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.